പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം മിന്നൽ പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നരവനതാളം പരിചകളുടെ വേരുളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം ഇടക്കഴിക്കുമിടയിലും എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആനന്ദത്തെ ആശംസിക്കുകയാണ്. വിമല സ്പെഷ്യൽ സ്കൂളിന്റെ 30ാമത് ഓണാഘോഷം ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു സുദിനമാണിത്. ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് നിങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഓണാഘോഷം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഒരാഴ്ചയായി വളരെ ഓണാഘോഷത്തിന്റെ ആരംഭത്തിലായിരുന്നു. പ്രോഗ്രാമുകൾ പ്രാക്ടീസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ എന്ത് ഡ്രസ് ധരിക്കും, ഏത് കളികളുടെ ഡ്രസ് കോഡ് എന്നാണ് എന്നെല്ലാം വളരെ ആകുലതയോടെ തിരക്കിയിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുമക്കൾ. നമ്മുടെ കുഞ്ഞുമക്കളുടെ ഇന്നത്തെ ഈ സന്തോഷത്തിലേക്ക് സന്തോഷം പങ്കുവയ്ക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്റെ കർത്തവ്യം. വളരെയേറെ തിരക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഇന്നത്തെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ വിമല സ്പെഷ്യൽ സ്കൂളിലേക്ക് ആദ്യമായി കടന്നു വന്ന നമ്മുടെ സ്പെഷ്യൽ സ്കൂളിന്റെ ഡിഫറൻറ്റ്ലി ഏബിൾഡ് മക്കളുടെ രക്ഷാധികാരി എന്നാണ് നാം വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ കൊല്ലം കളക്ടർ ശ്രീ ദേവദാസ് വളരെ തിരക്കുകളുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം ഇവിടെ എത്തുകയും അതിനേറെ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഹരിതരക്ഷ എന്ന പ്രോജക്റ്റിലൂടെ ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുകയും ആ പ്രോജക്റ്റിന് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാ ഉത്തരവാദിത്വവും വഹിക്കുകയും ചെയ്യുന്ന നമ്മളോടൊപ്പമായിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രീ ദേവിദാസൻ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ വിമല സ്പെഷ്യൽ സ്കൂളിലേക്ക് ഓണാഘോഷത്തിലേക്ക് ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ മീറ്റിംഗിൽ ഡോക്ടറിനോടൊപ്പമായിരിക്കുന്ന സാറിനെയും സരോജൻ സാറിനെയും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ PTA പ്രസിഡന്റ് ഇസ്മായിൽ സർ നമ്മളോടൊപ്പം ഇതുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കുഞ്ഞുമക്കളോട് ഇടപെടുകയും അതുപോലെ തന്നെ മാതാപിതാക്കളുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് സ്കൂളിന്റെയും കുഞ്ഞുങ്ങളുടെയും ഉന്നമനത്തിൽ വളരെയേറെ പ്രയത്നിക്കുകയും എല്ലാവിധമായ സഹകരണങ്ങളും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇസ്മായിൽ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ മാതാപിതാക്കളെയും ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പരിപാടിക്ക് കാരണഭൂതരായിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്നേഹമുള്ള വാത്സല്യമുള്ള കുഞ്ഞുമക്കളാണ്. അവരുടെ നിഷ്കളങ്കമായ സ്നേഹവും പുഞ്ചിരിയും നമുക്ക് എപ്പോഴും സന്തോഷം നൽകുന്ന ഒന്നാണ്. അവരില്ലെങ്കിൽ ഉന്നത സ്പെഷ്യൽ സ്കൂളില്ല. ഇന്നത്തെ പ്രവർത്തനം കാരണമായിരുന്ന നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം എല്ലാവരെയും ഒരിക്കൽ കൂടി സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഈ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളിന്റെ അഭിവൃദ്ധിക്കായി അതുപോലെ തന്നെ ഇതിനു വേണ്ടി ബാങ്കിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് നിൽക്കുന്ന നിസാറുദ്ദീൻ സാർ, അതുപോലെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഐശ്വര്യ, അഞ്ജലി, മറ്റു രണ്ടുപേരുണ്ട്, വിഘ്നേഷ്, മൃദുല. പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, മഹത്തായ ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ വിപുലഹൃദയ സ്പെഷ്യൽ സ്കൂൾ. ഒപ്പം നമ്മുടെ ഭരണകൂടങ്ങൾ, ജില്ലാ ഭരണ സംവിധാനവും വിവിധ പദ്ധതികളിലൂടെ നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നു. അതിന് ജില്ലയിൽ വളരെ ആത്മാർത്ഥമായി നേതൃത്വം നൽകുന്ന ഒരാളാണ് നമ്മുടെ ജില്ലാ കളക്ടർ ശ്രീ ദേവിദാസ് സാർ. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഏറെ സന്തോഷത്തോടെ അദ്ദേഹത്തെ ഹാർദമായി ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സ്വാഗതം ആശംസിച്ച സിസ്റ്റർ ജിജി ജോസഫ്, ആശംസ അർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നുള്ള ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ ശ്രീ ഹരികുമാരൻ നായർ, ഈ പദ്ധതിയുടെ മുഖ്യ സംഘാടകനും അതുപോലെ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള പൂർണ്ണ പിന്തുണ നൽകിയിട്ടുള്ള ആളുമായ RCTH കൺവീനർ കൂടിയായിട്ടുള്ള ഇവിടെയുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക്, അമ്മമാർക്ക് നൽകിയ ഹരിതരക്ഷ എന്ന പദ്ധതിയുടെ പേരിൽ നൽകിയ പരിശീലനത്തിന് മുഖ്യ സംഘാടകയും പരിശീലകയുമായിട്ടുള്ള ശ്രീമതി ഷംസിയ, അതുപോലെ ഈ സ്ഥാപനത്തിലെ ഇതിൻ്റെ ചുമതലക്കാരിയായിട്ടുള്ള ശ്രീനിധി സരോജ, ഈ പദ്ധതി ഇവിടെയുള്ള അമ്മമാർക്ക്, ഈ കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് പരിശീലന പദ്ധതിയാണ്. അപ്പോൾ അത് നൽകുന്നതിന് വേണ്ടിയിട്ട് ആദ്യാന്തം വളരെയധികം ശ്രമകരമായിട്ടുള്ള ദൗത്യം നിർവഹിച്ച കളക്ടറുടെ ഇന്റേൺമാരായിട്ടുള്ള കുമാരി അഞ്ജലി കൃഷ്ണ, ശ്രീ വിഘ്നേഷ്, കുമാരി ഐശ്വര്യ, കുമാരി മൃദുല, 4 പേരാണ് ഇന്ന് ഈ ചടങ്ങിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികൾ നേരുകയാണ്.
ശാരീരികമായിട്ടുള്ള ചില പോരായ്മകളൊന്നുമല്ലാതെ മനസ്സിന് നല്ല ശക്തിയുണ്ട്. പ്രത്യേകിച്ച് അവരുടെ അമ്മമാർ വളരെ ഏറെ പ്രശംസിക്കപ്പെടേണ്ട, അവർക്കുള്ള ചെറിയ ശാരീരിക കുറവുകൾ എല്ലാം അവർക്ക് പരിഹരിച്ചു കൊടുക്കുന്നതിന് ജീവിതത്തിന് പൂർണ്ണമായിട്ട് ഈ കുഞ്ഞുങ്ങളുടെ പരിചരണത്തിന് വേണ്ടി സമർപ്പിക്കുന്ന അമ്മമാരെ എത്ര ശ്ലാഘിച്ചാലും എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. ഇന്നിപ്പോ ഈ ചടങ്ങ് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കലാ പ്രകടനങ്ങൾ അവർ കാഴ്ചവെക്കുകയും ചെയ്യും. അതിനൊക്കെ അവർ ഒരുക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണയും എല്ലാ വിധത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള ശക്തിയും ഒക്കെ നൽകുന്നതിന് ഈ അമ്മമാർ തയ്യാറാണ്. ഭയങ്കര ചുമതലപ്പെടുത്തിയിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള തൊഴിൽ രഹിതരായവർക്ക് പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ് ആസൻ. അപ്പൊ അവരുടെ നേതൃത്വത്തിൽ തീരുമാനിക്കുകയാണ്. നേരത്തെ ഈ ആയിട്ടുള്ള ശ്രീ അച്യുതൻ നല്ല രീതിയിൽ അതിന് പിന്തുണ നൽകുകയും പക്ഷെ അത് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അല്പം താമസിക്കുകയും ചെയ്തു. അപ്പൊ അത് തുടർന്നു വന്ന കേരള ബാങ്കിന്റെ മാനേജർ ശ്രീ നിസാറുദ്ദീൻ ആ പദ്ധതി വളരെ നല്ല പദ്ധതിയാണെന്ന് തിരിച്ചറിയുകയും ജില്ലാതലത്തിലുള്ള ചർച്ചയിൽ കളക്ടറോടൊപ്പം അദ്ദേഹം അതിന് പിന്തുണ നൽകുകയും അങ്ങനെയാണ് ഈ പരിശീലന പരിപാടി നമുക്ക് ഈ സ്ഥാപനത്തിൽ നടപ്പാക്കാൻ സാധിച്ചത്. സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ഒരു പരിശീലന പരിപാടി നടപ്പാക്കുമ്പോൾ അതിൽ പങ്കെടുക്കേണ്ട പരിശീലനാർത്ഥികളായിട്ടുള്ളവരുടെ എണ്ണം ഒരു നിശ്ചിത എണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരിശീലന പരിപാടി നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് സരോജ്കുമാർ അങ്ങനെ ഒട്ടനവധി പേരുടെ ഒരു വലിയ പങ്കോട് അവസാനിക്കുന്നില്ല. ഈ പരിശീലനത്തിലൂടെ നേടിയിരിക്കുന്ന വൈദഗ്ധ്യം അവര് ആ തൊഴിൽ ചെയ്തുകൊണ്ട് വരുമാനം നേടുന്ന ഒരു നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരണം. അതിനാവശ്യമായിട്ടുള്ള ഒരു പിന്തുണ തീർച്ചയായും ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ ഇതൊരു നൂതന പദ്ധതിയാണ്. ഇതിനു മുമ്പേ ജില്ലയിലെങ്ങും നടത്തിയതായിട്ട് അറിവില്ല. മറ്റു ജില്ലകളിലുള്ള വിവരവും എനിക്കില്ല. അപ്പൊ അത് തികച്ചും നൂതനമായിട്ടുള്ള ഒരു പരിശീലന പദ്ധതിയും ആ പദ്ധതിയിലൂടെ ഉരുത്തിരിയുന്ന സാമ്പത്തിക സുരക്ഷിതത്വവുമാണ് ഈ അമ്മമാർക്ക് നമുക്ക് വാഗ്ദാനം ചെയ്യാൻ സാധിക്കുക. ഈ പദ്ധതിക്ക് പിന്തുണ നൽകിയ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനത്തിനുള്ള സൗകര്യം നൽകിയിരിക്കുന്ന ഈ വിമലകൻ ഹൃദയ സ്കൂളിനെ അധികൃതരെ സിസ്റ്ററിനെയും എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ടും അവർക്കുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ കടപ്പാട് നന്ദി അറിയിച്ചുകൊണ്ടും ഈ ചടങ്ങ് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു. ദിവ്യാംഗന്മാരായിട്ടുള്ള നമ്മുടെ കുഞ്ഞു മക്കളെ അതോടൊപ്പം തന്നെ ഇത്രയും സ്നേഹനിധിയായ നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ സാർ ഇവിടെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇങ്ങോട്ട് തന്നെ നമ്മുടെ ഒപ്പം പറഞ്ഞ് എത്താമെന്ന് പറയുകയും
ദേവിദാസ് സാർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയ രക്ഷിതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഈ ഒരു ഓണത്തിന്, ഈ ഒരു ഓണാഘോഷവും അതുപോലെ നമ്മുടെ ട്രെയിനിങ്ങിനോടനുബന്ധിച്ചിട്ടുള്ള ഈ ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ സാധിച്ചത് വളരെയധികം അഭിമാനവും, അതോടൊപ്പം തന്നെ അതിന് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ കൃഷി വിജ്ഞാന കേന്ദ്രത്തിനെയും കൂടി ഭാഗഭാക്കാക്കിയ ഇതിൻ്റെ സംഘാടകർക്ക് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. നമസ്കാരം. ഈ പ്രോഗ്രാമിൻ്റെ നമ്മുടെ അധ്യക്ഷനായ PT പ്രസിഡന്റ് ഇസ്മയിൽ സാർ, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ഭരണാധികാരിയായ കളക്ടർ ശ്രീ ദേവദാസ് സാർ, നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള ഹരിഹരൻ സാർ, എല്ലാവർക്കും ഓണാശംസകൾ. പ്രിയമുള്ള കുഞ്ഞുമക്കള്, അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾ, ഇവിടെ എത്തിയിരിക്കുന്ന അവരുടെ കുടുംബത്തിൽ നിന്ന് എത്തിയിരിക്കുന്നവർ, നമ്മുടെ ഈ വേദിയിലുള്ള നമ്മുടെ അധ്യക്ഷൻ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള കൊല്ലം ജില്ലയുടെ ഏറ്റവും പ്രിയങ്കരനായ കളക്ടർ സാറ് ദേവിദാസ് IAS, അതുപോലെ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, ബാക്കി വേദിയിലുള്ള എല്ലാവർക്കും, ഇതുമായി പ്രവർത്തിച്ച എല്ലാവർക്കും നമസ്കാരം. അനന്തകൃഷ്ണൻ ഹാൻഡ്ബോൾ കോമ്പറ്റീഷനിൽ സ്റ്റേറ്റ് ലെവൽ കേരള ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട്. മകനെ ആ വിജയത്തിനായി ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. എൻ്റെ കർത്തവ്യം ഫോട്ടോ താങ്ക്സ് പറയാനാണ്. പക്ഷേ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശരിക്കും എല്ലാ രീതിയിലും ഈ ഒരു പ്രോഗ്രാം, ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയതിന് ശരിക്കും നമ്മുടെ ജില്ലാ കളക്ടറാണ് ഇതിൻ്റെ മുൻകൈ. ശരിക്കും ലീഡർഷിപ്പ്
ജില്ലയുടെ ലീഡറാണ് നമ്മുടെ ജില്ലാ കളക്ടർ. ആ ഒരു വാക്കിനെ അർത്ഥമാക്കുന്ന രീതിയിലുള്ള സാറിൻ്റെ ഒരു ലീഡർഷിപ്പ് തന്നെയാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇത്രയും നല്ല രീതിയിൽ നടത്താൻ സാധിച്ചത്. ഞാൻ അപ്പോൾ അത് ചോദിച്ചിട്ട് ഏകദേശം ഒരു 1.5 മാസമേ ആവുന്നുള്ളൂ. പക്ഷെ എനിക്ക് മുമ്പ് ജോയിൻ ചെയ്ത സാറിനെ നമ്മുടെ സാറുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഡിഫറൻ്റ് ഏബിൾഡ് നിങ്ങൾക്ക് ആ ട്രെയിനിങ് പ്രോഗ്രാം തന്ന് ആ പ്രോഡക്റ്റ് ഉൽപ്പാദനത്തിന് വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കി തീർത്തിരിക്കുന്നത്. ഇതിന് കാനറ ബാങ്കിൻ്റെ ആർസെറ്റ്, അതായത് റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന പുതിയ സംരംഭം നമ്മുടെ ഈ സമൂഹത്തിൽ തൊഴിലില്ലാത്ത ജനങ്ങൾക്ക് നൽകുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കാനറ ബാങ്കും കൂടി ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. ആരെങ്കിലും പേര് ഞാൻ ഇവിടെ ഈ വേദിയിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും, അതുപോലെ തന്നെ അതിൻ്റെ സംഘാടകർക്കും, മറ്റ് സൗണ്ട്, അതുപോലെ തന്നെ എല്ലാ സിസ്റ്റമിൻ്റെ എല്ലാ രീതിയിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും തന്ന എല്ലാവർക്കും ഞാൻ ഈ സ്കൂളിൻ്റെ പേരിലും വാർഷികയുടെ പേരിലും അതുമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ പൂർവാധികം ഏറ്റവും മനോഹരമായി ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ എത്തിയ നിങ്ങൾ ഏവർക്കും വിശിഷ്യ ഇന്നേ ദിവസം നമ്മുടെ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ ആദരണീയനായ കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ് സാറിനെ നന്ദിയോടെ ഈ സമയം ഓർക്കുകയും ഇവിടെ എത്തിയ നിങ്ങൾ എല്ലാവർക്കും ഈ സ്ഥാപനത്തിന്റെ പേരിൽ എല്ലാവിധ കൃതജ്ഞതയും നേരിടുന്നു. നമ്മുടെ കുഞ്ഞുമക്കളുടെ തിരുവാതിരയോടുകൂടി നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കാം. നീ
ഓണം വിരുന്നു വരും നേരം ഞാനും എന്നോർമ്മയും കാത്തിരിപ്പു മൂകം. മനസ്സിനുള്ളിലൊരോണം വിരുന്നു വരും നേരം ഞാനും എന്നോർമ്മയും കാത്തിരിപ്പു മൂകം. പാടിവരും പാണൻ ആടിവരുന്നു ഞാൻ കൊഞ്ചിടും നെഞ്ചിലെ ചാഞ്ചക്കത്തിരുവോണം. കുളിച്ചൊരുങ്ങും പൂക്കാലം പൊലിച്ചൊരുക്കും പൂപ്പാടം പറിച്ചെടുക്കും അത്തം നാൾ പുലരി തൊട്ടേ വത്തോണം.